അല്ല, അവർക്ക് ഇഷ്ടപ്പെട്ട വർക്ക്ഷോപ്പിൽ വർക്ക്ഷോപ്പിൽ ഇവിടെ ചെക്ക് ചെയ്തിട്ട് അവർക്ക് 100% ഓക്കെ ആയിട്ട് മാത്രം വണ്ടി എടുത്താൽ മതി. അവർക്ക് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ എക്സ്റ്റൻഡ് കാര്യങ്ങളൊന്നുമില്ല, ബോണറ്റ് മാത്രം. ഇതിപ്പോ നമുക്ക് ബാങ്ക് ലോണോ സെറ്റ് ലോണോ കിട്ടാം? ഇത് ബാങ്ക് ലോൺ കിട്ടും. ബാങ്ക് ലോൺ എന്ന് പറഞ്ഞാൽ ഇതിപ്പോ എങ്ങനെയാണ് ചോദിക്കുന്ന പ്രൈസ്? 1,85,000 1,80,000 മാറി. അതുകൊണ്ടാണ് ഇപ്പൊ 3ാമത്തെ ഓണർഷിപ്പ് ആയത്. ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ബാവാസ് യൂസ്ഡ് കാറിലാണുള്ളത്. കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ചെയ്ത് പകുതിയാക്കി നിർത്തി വെച്ചിട്ടുണ്ട്. നമ്മൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഈ ഒരു ഭാഗത്ത് മുതൽ ഏകദേശം 55,000 മുതലാണ് ഇവിടുന്ന് പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഷാജഹാൻക്ക് അവിടെ ഉണ്ട്. നമ്മൾ ഫസ്റ്റ് കാണിക്കാൻ പോകുന്നത് വാഗ്നറാ അല്ലേ? അപ്പോൾ വാഗ്നറിൽ നിന്ന് തന്നെ തുടങ്ങാം. ഇത് ഏതാ മോഡൽ വരുന്നത്? 2006 മോഡൽ വാഗ്നർ. റിന്യൂവലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതാണ്. ഇന്ത്യക്കാർ പുതിയ സീറ്റ് കവർ കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കിയതാണല്ലേ? ഇതിപ്പോൾ എങ്ങനെയാണ്? ഇതിൻ്റെ ഏകദേശം എത്ര കിലോമീറ്റർ ഓടി? 1,20,000 റുപ്യ. 1,10 ഓടിയിട്ടുണ്ട്. 1,10 ഓടിയിട്ടുണ്ട്. 1,20 ചോദിക്കുന്നുണ്ട്. കുറച്ചുകൂടെ 1,10 ആക്കി കൂടെ? റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. കളർ ചെയ്താണ്. ഇത് ആദ്യം ഏത് കളറായിരുന്നു? റെഡ് കളർ. അതിപ്പോൾ കളറിലേക്ക് മാറ്റിയതാണ്. ആർച്ചിൽ ചേഞ്ച് ചെയ്തു. ഓക്കെ. ടയർ കാര്യങ്ങളൊക്കെ അത്യാവശ്യം ആവറേജ് ടയർ കാര്യങ്ങളാണ് വരുന്നത്. സാധാ ടയറിലേക്ക് മാറ്റിയതല്ലേ? ഇതിപ്പം ലാസ്റ്റ് ആണോ നിങ്ങൾ ചോദിക്കുന്നത്? ഏകദേശം എത്ര മാക്സിമം? 1,10 വരെ കൊടുക്കാം. 1,10. ലോണ് കാര്യങ്ങളൊക്കെ എന്തെങ്കിലും കിട്ടും? ലോണ് കാര്യം കിട്ടും. ഷർട്ട് ലോണേ കിട്ടുള്ളൂ. മാക്സിമം 60-65 രൂപ ഷർട്ട് ലോൺ കിട്ടും. അതായത് ഒരു 50,000 റുപ്യ ഉണ്ടെങ്കിൽ വണ്ടി എല്ലാം ഒന്നും നോക്കണ്ട. പേപ്പേഴ്സ് എല്ലാം ഫുള്ളാണ്. 5 വർഷത്തേക്കുള്ളുണ്ട്. ഇൻഷുറൻസ് കാര്യങ്ങളെല്ലാം ഉണ്ട്. ഒക്കെ റെഡിയാണ്. ഓക്കെ. അപ്പൊ അതുപോലെ തന്നെ നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് മെക്കാനിക്കൽ കാര്യങ്ങളൊക്കെ കണ്ടീഷൻ അല്ലേ? അതുപോലെ നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് ഒമനി ഏതാ മോഡൽ വരുന്നത്? 2012 മോഡൽ ഒമനിയാണ് വരുന്നത്. ഇതെങ്ങനെയാണ്? ഇതിന്റെ സെക്കൻഡ് ഓണർ ആണ്. ഓക്കെ. 79,000 കിലോമീറ്റർ. 79,000 കിലോമീറ്റർ. എന്തെങ്കിലും റീപ്ലേസ് കാര്യങ്ങൾ? മെയിൻ ഗ്ലാസ് മാത്രം. മെയിൻ ഗ്ലാസ് എന്താ തേങ്ങ ഉണ്ടാവും എന്താണെന്നറിയില്ല. നല്ല മെയിൻ ഗ്ലാസ് റീപ്ലേസ് ഉണ്ട്. അലൈവീൽ ടയറുകളൊക്കെ ഉണ്ട്. നല്ല പുതിയ ടയറുകളുണ്ട്. പുതിയ ടയർ കാര്യങ്ങളാണ്. ഇതിന്റെ ഉള്ളിൽ വർക്ക് ഇന്റീരിയർ വർക്ക് കാര്യങ്ങളൊക്കെ സീറ്റ് കവറൊക്കെ ചെയ്തിട്ടുണ്ടല്ലേ? സീറ്റ് കവർ കാര്യങ്ങൾ ഉപയോഗിക്കുന്ന വണ്ടിയാണ്. ഇത് 7 സീറ്റ് ആണോ? ഇത് 5 സീറ്റ്. അവരെന്തോ ഒന്ന് സ്പേസ് വേണ്ടിട്ട് ബാക്കിലോട്ട് മാറ്റിയതാണല്ലേ? ഇതിപ്പോ എങ്ങനെയാണ് ചോദിക്കുന്നത്? ഇത് 1.5 ലക്ഷം. 1.5 ലക്ഷം ലാസ്റ്റ് ആണോ എന്ന് ചോദിച്ചാൽ അതും ഇത് പറഞ്ഞ എന്തെങ്കിലും ചെയ്ത് കൊടുക്കാം മാക്സിമം. അതുപോലെ ഇൻഷുറൻസ് തീർന്നിട്ടുണ്ട്. ഇൻഷുറൻസ് പുതിയ എടുത്ത് കൊടുക്കും. ഇതിന് ഏകദേശം ഒരു 90 വരെ ലോൺ കിട്ടും. ഷർട്ട് ലോണേ കിട്ടുള്ളൂ. ബാങ്ക് ലോൺ കിട്ടില്ല. ഓക്കെ. അതായത് ഒരു 60,000 റുപ്യ ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഇറക്കാം. ഓക്കെ. നെഗോഷ്യബിൾ തന്നെ. ഓക്കെ. ഇനിയിപ്പോൾ നെക്സ്റ്റ് വരുന്നത് നമ്മൾ ആൾട്ടോ ബ്ലാക്ക് മോഡലാണല്ലേ? ബ്ലാക്ക് കളറാണല്ലേ വരുന്നത്? ഇത് റിന്യൂവൽ കഴിഞ്ഞതാണ്. എക്സ്ട്രാ പെയിന്റിങ് കാര്യങ്ങൾ വന്നതാണ്. പെയിന്റ് ചെയ്തതാണല്ലേ? വണ്ടി ബോഡി വൃത്തിയാണല്ലോ. ഇത് 2006 മോഡൽ. 26 ലാസ്റ്റ് വരെ പേപ്പേഴ്സ് ഉണ്ടാവും. 26 വരെ പേപ്പേഴ്സ് ഉണ്ട്. ഏകദേശം എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്? ഇത് 93. LXI ആണ്. കുറച്ച് നിർത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ പെയിന്റ് ഒരു സുഖമില്ലാത്തത്. അതായത് ഒരു വീട്ടില് പിന്നെ കവറൊക്കെ ഇട്ടിട്ടാണ് വെച്ചേക്കായിരുന്നു. അതിൻ്റെതായിട്ടുള്ള ചെറിയ റെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ആസ്കിംഗ് പ്രൈസ് 85 നെഗോഷ്യബിൾ ആണ്. മാക്സിമം ചെയ്ത് കൊടുക്കാം. മാക്സിമം നമുക്ക് ഇത് എത്ര ചെയ്ത് കൊടുക്കാൻ പറ്റും? കാരണം നോർമൽ ഇപ്പൊ 75 ഇത് ലോണ് കാര്യങ്ങളൊന്നും കിട്ടില്ല. ലോൺ കാര്യം കിട്ടാൻ പ്രയാസമായിരിക്കും. ലോണേ കിട്ടുള്ളൂ. 2006 മോഡൽ ഇപ്പൊ വണ്ടിയൊക്കെ പഠിക്കാൻ പറ്റുന്ന ആൾക്കാർക്കാണെങ്കിൽ 2006 മോഡൽ AC കാര്യങ്ങളൊക്കെ. ഓക്കെ. വേറെ റീപ്ലേസ് കാര്യങ്ങൾ? മെയിൻ ഗ്ലാസ് ഓട്ടോമാറ്റിക് ഇതൊക്കെ പോയിട്ടുണ്ടാവും അല്ലേ? എന്നാൽ 2006 മോഡലും ആണ്. എന്തായാലും ടയർ കാര്യങ്ങളൊക്കെ ഒരു ആവറേജ് ടയറാണ് വരുന്നത്. സ്റ്റെപ്പിനി എന്തെങ്കിലും വരുന്നുണ്ടോ? സ്റ്റെപ്പിനി വരുന്നുണ്ടല്ലേ? ഓക്കെ. അപ്പൊ എന്തായാലും അപ്പൊ നമുക്ക് നെക്സ്റ്റ് വരാൻ പോണത് മഹീന്ദ്രന്റെ സൈലോ മോഡലാണ്. ഏകദേശം ഏതാ മോഡൽ വരുന്നത്? 2009 മോഡൽ. എത്ര കിലോമീറ്റർ ഓടിച്ചിട്ടുണ്ട്? 1,96,000 കിലോമീറ്റർ. 1,96,000 കിലോമീറ്റർ. ഇതായിട്ട് ഫുൾ ഓപ്ഷൻ വരുന്നതാണ്. E8 എന്നാണ് ഓപ്ഷൻ വരുന്നത്. എഞ്ചിനൊക്കെ മാറ്റം വരും. എഞ്ചിനൊക്കെ ഹെമോക്ക് എഞ്ചിനാ വരാം. ഈഗിൾ എഞ്ചിനാ വരാം. അപ്പോൾ പിന്നെ ഏറ്റവും ഫുള്ളാണ്. പിന്നെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. സെക്കൻഡ് ഓണർ വണ്ടിയാണ്. സെക്കൻഡ് ഓണർ. ഇതിപ്പോ എങ്ങനെയാണ് ചോദിക്കുന്നത്? 1,80. ലാസ്റ്റ് നെഗോഷ്യബിൾ തന്നെയാണ്. 1,80 ചോദിക്കുമ്പോൾ നമുക്ക് ഇതിപ്പോ എങ്ങനെയാണ് ലോണ് കാര്യങ്ങൾ? ലോൺ 1 ലാക്ക് കിട്ടും. 1 ലാക്ക് ഷർട്ട് ലോൺ കിട്ടും. ഓക്കെ. ഇൻഷുറൻസ് ഡിസംബർ വരെ ഉള്ളൂ. ഡിസംബറിന്റെ ഉള്ളിൽ എടുക്കുകയാണെങ്കിൽ നമ്മൾ ഇപ്പൊ ടയർ കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ 40% അത്രേ ഉള്ളത്. നമ്മളിത് നോക്കാനുള്ളത് ഇതിന്റെ ഇന്റീരിയർ ഡിസൈൻ കാര്യങ്ങളൊക്കെ ഒരു ആവറേജ് ആണ് വരുന്നത്. സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ഒരു ആവറേജ് ഇതാണ് വരുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് നെക്സ്റ്റ് മോഡലിലേക്ക് പോവാം.
ഫിയറ്റിന്റെ ലിനിയ എന്ന് പറഞ്ഞ മോഡൽ ഏതാണ് ഇത് വരുന്നത്? 2009 മോഡലാണ്. ഏകദേശം എത്ര കിലോമീറ്റർ ഓടി? ഇത് 1,36. 1,36,000 കിലോമീറ്റർ. എത്രാമത്തെ ഓണർഷിപ്പ്? ഇത് മൂന്നാമത്തെ ഓണർഷിപ്പ്. ഇതിപ്പോ എങ്ങനെയാണ്? ഇവര് എഞ്ചിനാണ് ഷിഫ്റ്റിനും ഇതിലെല്ലാം വരുന്നത്. ഇവരാണ് എഞ്ചിൻ കൊടുക്കുന്നത്. ആ എഞ്ചിനാണ് സെയിം വരുന്നത്. അതിലെ ഇമോഷൻ ബാഗ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഫുൾ ഓപ്ഷൻ ആണ്. വൈറ്റ് കളർ. പിന്നെ റീപ്ലേസ്മെന്റ് മെയിൻ ഗ്ലാസ് മാത്രം. മെയിൻ ഗ്ലാസ് ഓൾമോസ്റ്റ് മെയിൻ ഗ്ലാസ് ഇതൊക്കെ പോയിക്കുന്നല്ലേ? ഓക്കെ. ഇത് ടയർ കാര്യങ്ങളൊക്കെ ആവറേജ് ടയർ കാര്യങ്ങളാണ് വരുന്നത്. ഇതിപ്പം 2009 അല്ലേ? 2009 മോഡൽ. 2025 റിന്യൂവൽ വരും. പുതിയ എടുത്ത് കൊടുക്കും. ഇതിപ്പോ എങ്ങനെയാണ് ചോദിക്കുന്നത്? 1,20,000. ഇന്റീരിയർ വർക്ക് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു ആവറേജ് ഇന്റീരിയർ വർക്ക് കാര്യങ്ങളൊക്കെയാണ് ചെയ്തത്. എക്സ്ട്രാ സീറ്റ് കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. കമ്പനി സീറ്റ് കവർ തന്നെയാണ് വരുന്നത്. അപ്പോൾ എന്തായാലും അപ്പോൾ നമ്മൾ നെക്സ്റ്റ് നോക്കാനുള്ളത് വാഗ്നറാണ്. വാഗ്നർ പുതിയ മോഡലാണല്ലോ, 2019 മോഡലാണ്. സിംഗിൾ ഓണർഷിപ്പ് തന്നെ ആയിരിക്കും. ഇന്റീരിയർ വർക്ക് കാര്യങ്ങൾ ടയർ ഒന്നും പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. ഇതിൽ മെയിനായിട്ട് നോക്കാനുള്ളത് ഇതിന്റെ റീപ്ലേസ് കാര്യങ്ങൾ ഉണ്ടോന്നാണ്. റീപ്ലേസ് ഉണ്ടോ? ബോണറ്റ് റീപ്ലേസ് ഉണ്ട്. കുറ്റിപ്പെട്ട അങ്ങനെ മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. ബോണറ്റ് മാത്രം ഒന്നും പോയിട്ടില്ല. ബോണറ്റ് മാത്രം. ഇതിപ്പോ എങ്ങനെയാണ് ചോദിക്കുന്നത്? 2019 മോഡല്. പിന്നെ 55,000 കിലോമീറ്റർ. 55,000 കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് വരുന്നത്. എത്ര ചോദിക്കുന്നത്? ഇതിന് നോക്കുന്നത് 4,50,000. 4,80,000. എന്തെങ്കിലും നെഗോഷ്യബിൾ? കുറച്ച് കൊടുക്കാം. ഇൻഷുറൻസ് തീർന്നിട്ടുണ്ട്. ഇൻഷുറൻസ് പുതിയ എടുത്ത് കൊടുക്കാം. ഇതിന് ആവറേജ് ഒരു 3,70,000 വരെ ലോൺ കിട്ടും. 3,70,000 വരെ ലോൺ കിട്ടും. അതായത് ഒരു 1,00,000 രൂപ വണ്ടി ഇറക്കി കൊണ്ടുപോകാം. ബാങ്ക് ലോൺ കിട്ടുമല്ലോ. ഓക്കെ. ഇതിപ്പോ ബാങ്ക് ലോൺ ആണെങ്കിൽ ഇപ്പൊ 3,70,000 ആണെങ്കിൽ മാസം എങ്ങനെയാണ് അടവ് കാര്യങ്ങൾ വരാം? മാസം 1 lakhന് ആവറേജ് വരുന്നത് ഒരു 3.5 വരും. 3.5 വരും. 10ന്റെ ഉള്ളിലായിട്ട് അതായത് 3 വർഷത്തേക്ക്. ഓക്കെ. ഞാൻ അതുപോലെ തന്നെ നമ്മൾ നെക്സ്റ്റ് നോക്കാവുന്നത് 5 വർഷം വരെ കിട്ടും. 5 വർഷം വരെ കിട്ടും. ഓക്കെ. ഒന്നും കൂടി. പക്ഷേ ഇൻട്രസ്റ്റ് കൂടുതലോ? അതിനായിട്ട് നല്ല 3 വർഷം ആക്കിയാൽ മതി. 10 രൂപേൻ്റെ ഉള്ളിലായിട്ട് അടവ് വരുള്ളൂ. അതുപോലെ തന്നെ വോൾസ് വാഗന്റെ പോളോ ഹൈലൈൻ ഡീസലാണ്. ഓക്കെ. ഇത് ഏറ്റവും ഫുള്ള് ഡീസലാണ്. പിന്നെ ഏതാ മോഡൽ വരുന്നത്? 2011 ലാസ്റ്റ് ആണ്. 12-ാം മാസം ഡിസംബറാണ് വരുന്നത്. ഓക്കെ. പിന്നെ ഇത് സെക്കൻഡ് ഓണർ ആണ്. ഓക്കെ. റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. ടയർ കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ആവറേജ് ടയർ കാര്യങ്ങളാണ് വരുന്നത്. മറ്റുള്ള വണ്ടികളൊക്കെ അത്ര എൻക്വയറി നമ്മളിവിടെ ഇല്ല. മലപ്പുറം ഏരിയ എന്ന് പറഞ്ഞാൽ ഒരു മാരുതി അല്ലെങ്കിൽ ടൊയോട്ട ഇതാണ് ഇവിടെ മെയിൻ. കഴിഞ്ഞിട്ടേ ഉള്ളൂ വോൾസ് വാഗൺ. വേറെ ഏത് വണ്ടിയാണ്. അപ്പൊ അതിന്റെ ഒരു ചെറിയ ക്ഷീണം നമുക്ക് ഇതിലുണ്ടല്ലേ? ഇന്റീരിയർ വർക്ക് കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ. ഇതിപ്പോ എങ്ങനെയാണ് ചോദിക്കുന്ന റേറ്റ്? 2,70,000. നെഗോഷ്യബിൾ തന്നെ. ഇതിപ്പോ നമുക്ക് ബാങ്ക് ലോണോ സെറ്റ് ലോണോ കിട്ടാം? ഇത് ബാങ്ക് ലോൺ കിട്ടും. ബാങ്ക് ലോൺ എന്ന് പറഞ്ഞെങ്കിൽ ഇപ്പൊ നമ്മള് പ്രൈവറ്റ് കമ്പനി, അതായത് ഇപ്പൊ ചോളമണ്ഡലം, അതേപോലെ മാഗ്മ, അങ്ങനത്തെ ഉണ്ടല്ലോ. ബാങ്ക് ആയിട്ട് HDFC അവരല്ല, അവർ ചെയ്യുന്നുണ്ട്. അവരിപ്പോ 1,75,000 വരെ 1,75,000 വരെ ലോൺ കിട്ടുന്നുണ്ട്. ഓക്കെ. അപ്പോൾ എന്തായാലും നമുക്ക് നെക്സ്റ്റ് വരുന്നത് സ്വിഫ്റ്റ് മോഡലാണ്. സ്വിഫ്റ്റ് എങ്ങനെയാണ് വരുന്നത്? 2007 മോഡൽ VDI. ഇപ്പം സീറ്റ് കവർ കാര്യങ്ങളൊക്കെ പുതിയ ചെയ്താണെന്ന് തോന്നുന്നല്ലേ? പുതിയ ചെയ്താണല്ലേ? ഇനി എത്ര വരെ പേപ്പർ ഉണ്ട്? 2027 വരെ പേപ്പർ ഉണ്ട്. ടയർ കാര്യങ്ങളൊക്കെ അത്യാവശ്യം ടയർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതിപ്പോ എങ്ങനെയാണ്? എത്ര കിലോമീറ്റർ ഓടിച്ചു? ഇത് 1,36. 1,36,000 ഓടിച്ചിട്ടുണ്ട്. എത്ര? രണ്ടാമത്തെ ഓണർഷിപ്പ് അല്ലേ? ഇതിപ്പോ എങ്ങനെയാണ് ചോദിക്കുന്ന പ്രൈസ്? ബോണ്ട് റീപ്ലേസ് ഉണ്ട്. ഒരു സൈഡിലത്തെ ഡോർ ഗ്ലാസും റീപ്ലേസ് ഉണ്ട്. ബോണറ്റും റീപ്ലേസ് വരുന്നുണ്ട്. ഇതിപ്പോ എങ്ങനെയാണ്? ഇതിന് 1,85,000. 1,85,000. നെഗോഷ്യബിൾ ആണ്. VDI ആണ് ഓപ്ഷൻ വരുന്നത്. പേപ്പേഴ്സ് ഫുള്ള് 5 വർഷത്തേക്ക് 2027 വരെ ഉണ്ട്. ഇപ്പൊ നമ്മുടെ പേര് മാറി, അതുകൊണ്ടാണ് ഇപ്പൊ 3ാമത്തെ ഓണർഷിപ്പ് ആയത്. നമ്മൾ റിന്യൂവൽ ചെയ്യാൻ വേണ്ടിട്ട് നമ്മുടെ പേര് ചെയ്തിട്ടാണ് നമ്മളിവിടെ റിന്യൂവൽ ചെയ്തതല്ലേ? അപ്പൊ എന്തായാലും എന്തെങ്കിലും ചെറിയൊരു മാറ്റം വരുമല്ലേ? ചെയ്തു കൊടുക്കും അല്ലേ? ഇനിയിപ്പോ അതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് വരുന്നത് വാഗ്നറാണ്. ഏതാ മോഡൽ വരുന്നത്? 2017 മോഡൽ VXI. എത്രാമത്തെ ഓണർഷിപ്പ്? സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. ഇന്ത്യയിൽ കാര്യങ്ങളൊക്കെ അത്യാവശ്യം നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ടയർ കാര്യങ്ങളൊക്കെ 90% ടയർ ഉണ്ട്. സ്റ്റെപ്പിനി കാര്യങ്ങൾ ഉണ്ടാവും. പിന്നെ റീപ്ലേസ് കാര്യങ്ങൾ മെയിൻ ഗ്ലാസും ചെയ്തിട്ടുണ്ട്, ബോണറ്റും ചെയ്തിട്ടുണ്ട്. എന്താ മേജർ ആക്സിഡന്റ്? രണ്ടും വേറെ ടൈമിൽ ചെയ്തിട്ടുണ്ട്. ഹിസ്റ്ററിയിലുണ്ട്, കമ്പനി ഹിസ്റ്ററിയിലുണ്ട്. ഓക്കെ. എല്ലാം ഉണ്ട്. ഒരേ ടൈമിനല്ല ടൈമിനല്ല മാറ്റിയത്. രണ്ടും റീപ്ലേസ്ഡ് ആണ്. ഓക്കെ. വേറെ എന്തെങ്കിലും
ഇല്ല, വേറെ ഒന്നും ഫ്ലഡോ കാര്യങ്ങളൊന്നും. പിന്നെ 91,000 കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത്. കമ്പനി സർവീസ്. ഇത് 380. 3,80,000. 2017 പറഞ്ഞത് 380 അല്ലേ? PXI ആണ് മോഡൽ വരുന്നത്. ഇത് എങ്ങനെയാണ്? 370 ലാസ്റ്റ് കൊടുക്കാം. 370 ലാസ്റ്റ്. ഇത് വരുന്നത് ഒരു 310 വരെ ലോൺ കിട്ടും. 310 വരെ ലോൺ കിട്ടും. 60,000 ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കി കൊണ്ടുപോവാം. ഓക്കെ. ഇപ്പൊ അതേമാതിരി ഇപ്പൊ നെക്സ്റ്റ് വരുന്നത് ഇതാണ് സ്പാർക്ക് മോഡൽ. ഇതായിരിക്കും ഏറ്റവും കുറഞ്ഞ മോഡലായിരിക്കും. 2007 മോഡലാണ്. 2007 ഡിസംബറാണ്. അത് ഡിസംബറിൽ റിന്യൂവൽ വരുന്നുണ്ട്. ഡിസംബറിൽ റിന്യൂവൽ ചെയ്യുന്നുണ്ട്. റിന്യൂ ചെയ്തിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അല്ല, അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ കൊടുക്കാം. ഇപ്പോഴത്തെ വില എന്ന് പറയണമെങ്കിൽ 55 നമ്മൾ ഉദ്ദേശിക്കുന്ന വില. റിന്യൂ നിങ്ങൾ ചെയ്യണം, വണ്ടി എടുത്തിട്ട് നിങ്ങൾ ചെയ്യണം. അവർ എടുക്കുന്നവർ ചെയ്യണം. എടുത്ത് കൊടുക്കണമെങ്കിൽ അതിന്റെ ചാർജ് കൂടി ചെയ്ത് നമ്മൾ ചെയ്ത് കൊടുക്കാം. അപ്പൊ അത് കൂടുന്നുള്ളൂ. ഇപ്പോഴത്തെ റേറ്റ് ആണ് നമുക്ക് മാക്സിമം 55 ചോദിക്കുന്നത്. നമുക്ക് 50 കൂടി ചെയ്ത് കൊടുക്കാം. 50 ചെയ്ത് കൊടുക്കാം. അതിൽ ഫുള്ളാണ്, ഫുൾ ഓപ്ഷൻ ആണ്. 4 ഡോർ വിൻഡോ, AC, പവർ സ്റ്റാറിംഗ്, അതുപോലെ തന്നെ ബാക്ക് വൈപ്പർ, ABS എല്ലാം വരുന്നതാണ്. ഇതിപ്പോ ലാസ്റ്റ് 50,000 രൂപ. ഈ ഒരു കണ്ടീഷൻ. അതായത് ഡിസംബർ വരെ പേപ്പർ കാര്യങ്ങളൊക്കെ ഉണ്ട്. റിന്യൂ ചെയ്യാനുള്ള വണ്ടിയാണ്. 50,000 രൂപയാണ് ലാസ്റ്റ് ചോദിക്കുന്നത്. റിന്യൂ ചെയ്ത് നിങ്ങൾക്ക് തരാണെങ്കിൽ ചെറിയൊരു മാറ്റം വരും. 14,000 രൂപയും കൂടും. അപ്പോൾ ഒരു 65,000 രൂപ വരും. റിന്യൂ ചെയ്ത് നിങ്ങൾക്ക് തരാണെങ്കിൽ 65,000 രൂപ. റിന്യൂ ചെയ്യാതെ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ 50,000 രൂപയ്ക്ക് ചെയ്തു തരും. ഏത് വേറെ എന്തെങ്കിലും റീപ്ലേസ് ഒന്നുമില്ലല്ലോ? ഒന്നുമില്ല. പിന്നെ വേറെ ഒന്നുമില്ല, കംപ്ലൈന്റ് കാര്യങ്ങളൊന്നുമില്ല. പെട്രോൾ ആണെന്നില്ല മാത്രം. നമ്മളെ ആൾട്ടോനൊക്കെ ഡിപെൻഡ് ചെയ്യുമ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ മൈലേജ് ഒരു ഷോർട്ട് ആയിരിക്കും. ആവറേജ് ഒരു 15ന്റെ ഉള്ളിലേ കിട്ടുള്ളൂ. 13-15 ആ റേഞ്ചിലേക്ക്. അത് 1.2 എഞ്ചിനാണ് വരുന്നത്. പവറുള്ള എഞ്ചിനാണ് വരുന്നത്. ഇതിപ്പോ വണ്ടി പഠിക്കാൻ പറ്റുന്ന ആൾക്കാർക്കൊക്കെ നല്ലൊരു വണ്ടിയായിരിക്കും. നല്ല ഫാമിലി ടു ബൈക്ക്, നല്ല വർക്കിംഗ് ആണ്. കാര്യമൊന്നും കുഴപ്പമില്ല. പവർ വിൻഡോ കാര്യങ്ങളെല്ലാം ഉണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ. കമ്പനി സ്റ്റോപ്പ് ചെയ്ത് പോയിട്ടില്ല ഒരു പ്രശ്നങ്ങൾ മാത്രമേ. സ്പെയറെല്ലാം കിട്ടുന്നുണ്ട്. ഇഷ്ടംപോലെ വണ്ടി ഓടുന്നല്ലേ. ഇതിപ്പോ ടയർ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ആവറേജ് ടയർ കാര്യങ്ങളാണ് വരുന്നത്. അപ്പോൾ എന്താ നമുക്ക് നെക്സ്റ്റ് മോഡലിലേക്ക് നോക്കാം. ഇവിടെ തന്നെ പോവാം. തവേര മോഡലിലേക്ക് പോകാം. അപ്പോൾ അതുപോലെ തന്നെ നെക്സ്റ്റ് മോഡൽ വരുന്നത് തവേരാണ്. തവേര ഏതാ മോഡൽ വരുന്നത്? 2008 മോഡൽ. ഏകദേശം എത്ര കിലോമീറ്റർ ഓടിച്ചിട്ടുണ്ട്? ഏകദേശം 165, 167 വരെ ഓടി. 167. ഓക്കെ, പ്രൈവറ്റിലേക്ക് മാറ്റിയതാണ്. ഇതിപ്പോ മേജർ ആക്സിഡന്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നും ഒന്നുമില്ല. AC പവർ സ്റ്റിയറിംഗ് 4 ഡോർ വിൻഡോ വരുന്നത്. LS ഓപ്ഷൻ. നമ്മൾ ഉദ്ദേശിക്കുന്ന വില 170 ആണ് വരുന്നത്. ടയർ കാര്യങ്ങളൊക്കെ പുതിയതാണ്. ആവറേജ് ടയർ. നമ്മളൊന്ന് കുറച്ച് സ്പീഡ് കൂട്ടുന്നുണ്ട് കേട്ടോ, കാരണം ഒരുപാട് മോഡൽ ഇനിയും കാണിക്കാറുണ്ട്. അടുത്ത ക്വാളിറ്റിയാണ് വരുന്നത്. ക്വാളിറ്റി ഏതാ മോഡൽ വരുന്നത്? 2001 മോഡലാണ് വരുന്നത്. ഏകദേശം എത്ര കിലോമീറ്റർ ഓടി? കേരള വണ്ടി. ഇത് 2 കാണിക്കുന്നുണ്ട്. അത് കറക്റ്റ് ആണെന്ന് അറിയില്ല. 2000 മോഡൽ ആയതുകൊണ്ട് പക്ക കേരള വണ്ടിയാണ്. നമ്പർ ആയതോ കാര്യങ്ങളൊന്നും അല്ല. കേരള വണ്ടിയാണ്. ടൈപ്പ് 1 വരുന്നത്. ടൈപ്പ് 2ലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ടല്ലേ? ഇതിപ്പോ സിംഗിൾ സെക്കൻഡ് ഓണർഷിപ്പ് ആണ് വരുന്നത്. റീപ്ലേസ് ഓക്കെ, റീപ്ലേസ് കാര്യങ്ങൾ ഒന്നുമില്ല. എങ്ങനെയാണ് ചോദിക്കുന്ന പ്രൈസ്? 1 ലാക്ക്. ലോണ് കാര്യങ്ങൾ കിട്ടാൻ പ്രയാസമായിരിക്കും. ടയർ കാര്യങ്ങളൊക്കെ ആവറേജ് ടയർ കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ നമ്മൾ നെക്സ്റ്റ് ടൊയോട്ടയുടെ ലിവ എന്ന് പറഞ്ഞ മോഡലാണ്. ഇത് എങ്ങനെയാണ്? 2014-15 മോഡലാണ്. എത്രാമത്തെ ഓണർഷിപ്പാണ് വരുന്നത്? മൂന്നാമത്തെ ഓണർഷിപ്പാണ് വരുന്നത്. ഏകദേശം എത്ര കിലോമീറ്റർ ഓടിച്ചിട്ടുണ്ട്? 1,27,000 കിലോമീറ്റർ ഓടിച്ചിട്ടുണ്ട്. പക്ക കേരള വണ്ടിയാണല്ലേ? എന്തെങ്കിലും റീപ്ലേസ് കാര്യങ്ങൾ അങ്ങനെ ഒന്നുമില്ല. ഏകദേശം എത്ര പ്രൈസ് വരുന്നത്? 4.5 ലക്ഷം രൂപ. നമ്മൾ നെഗോഷ്യബിൾ അല്ലേ? ഇത് നെഗോഷ്യബിൾ ആണ്. 3 വരെ ലോൺ കിട്ടും. 3 വരെ ലോൺ കിട്ടും. സ്റ്റോപ്പ് ചെയ്തുകൊണ്ട് ബാങ്ക് ലോൺ 3 വരെ കൊടുക്കുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ അടുത്ത മോഡൽ വരുന്നത് മാരുതിന്റെ റിഡ്സ് ആണ്. റിഡ്സ് ഏതാ മോഡൽ വരുന്നത്? 2012-13 രജിസ്റ്റർ. 2012-13 രജിസ്റ്റർ. ജൂലൈ വണ്ടിയാണ്. ന്യൂ ഷേപ്പ് വരുന്നല്ലേ? ഇത് ഏകദേശം എത്ര കിലോമീറ്റർ ഓടി? 1,04,000. എത്രാമത്തെ ഓണർഷിപ്പ്? 4ാമത്തെ ഓണർഷിപ്പ്. റീപ്ലേസ് കാര്യങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഡോർ റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. വേറെ ഗ്ലാസ് കാര്യങ്ങളൊന്നും ഒന്നും മാറിയിട്ടില്ല അല്ലേ? പിന്നെ ടയർ കാര്യങ്ങളൊക്കെ അത്യാവശ്യം 90% ടയർ ഉണ്ട്. സ്റ്റെപ്പിന് കാര്യങ്ങളൊക്കെ. ഇതിപ്പോ എങ്ങനെയാണ് ചോദിക്കുന്ന പ്രൈസ്? 2,60,000. ലാസ്റ്റ് പ്രൈസ് ആണോ? ലാസ്റ്റ് പ്രൈസ് അല്ല, കുറച്ച് കൊടുക്കും. ഇതിപ്പോ ഏകദേശം മാക്സിമം ലോൺ എത്ര കിട്ടും? 2 വരെ കിട്ടും. 2 വരെ ലോൺ. 65,000 ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കിയിട്ടുണ്ടാവാം. 65,000 കുറച്ച് ഡിസ്കൗണ്ടും കാര്യങ്ങളും ഉണ്ടാവും അല്ലേ? പിന്നെ അതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് വാഗ്നറാണ്. മാരുതിന്റെ വാഗ്നറാണ്. ഏതാ മോഡൽ വരുന്നത്? 2008 മോഡലാണ്. ഏകദേശം എത്ര കിലോമീറ്റർ ഓടി? LXI 1.12 ഓടിയിട്ടുണ്ട്. എത്രാമത്തെ ഓണർഷിപ്പാണ് വരുന്നത്? 3ാമത്തെ ഓണർഷിപ്പാണ് വരുന്നത്. റീപ്ലേസ് കാര്യങ്ങളൊന്നും വരുന്നില്ല. കംപ്ലൈന്റ് കാര്യങ്ങളൊന്നും ഒന്നുമില്ല. ഇതിപ്പോ ഇതിന്റെ റിന്യൂവൽ വരുന്നത് അടുത്ത വർഷം ജൂലൈ വരും.
ഓക്കെ 10 മാസമുള്ളല്ലേ. ഇതിന്റെ ടയർ കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ആവറേജ് ടയർ അല്ലേ വരുന്നത്? ആവറേജ് ടയർ കാര്യങ്ങളാണ് വരുന്നത്. ഇതിപ്പോ LXI ആണ് ഓപ്ഷൻ വരുന്നത്. എങ്ങനെയാണ് ചോദിക്കുന്നത്? 1.35 ലാസ്റ്റ് ആണോ? കുറച്ച് കൊടുക്കും. മാക്സിമം എത്ര ഉണ്ടാവും? 25 കൊടുക്കാൻ പറ്റും അല്ലേ. അപ്പം ഒരുപാട് കളക്ഷൻസ് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഇനി ഇതേപോലെ തന്നെ ഒരുപാട് മോഡൽ ഇനിയും വരാനുണ്ട് അല്ലേ ഷാജാൻക? നമ്മളിങ്ങനെ അപ്ഡേഷൻ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോൾ ഏകദേശം നമ്മൾ 10-30 വണ്ടി തന്നെ കാണിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതോ വണ്ടി ഉണ്ടെങ്കിൽ ഷാജാൻഖാൻ്റെ നമ്പർ കൊടുക്കും. അതുപോലെ തന്നെ നമ്മളെ ബാവക്ക ഇവിടെ അല്ലേ പുറത്ത് പോയതാ അല്ലേ, ബാവക്കാനെ കൂടി നമ്മൾ കാണിച്ചു തരാം. ഇനി എന്തായാലും ഇവരെ നമ്പർ ഞാൻ കൊടുക്കും, നിങ്ങൾ എന്തായാലും കോൺടാക്ട് ചെയ്യുക. അതുപോലെ തന്നെ അടിപൊളി. നിങ്ങൾക്ക് കസ്റ്റമേഴ്സിനോടൊന്നും പറയാനുണ്ടോ പ്രേക്ഷകരോട്? പറയാന്ന് വെച്ചാൽ അവർ എന്നാൽ മാക്സിമം അവർക്ക് വേണ്ട വണ്ടി അവർ എന്താ പറയുക, അവർക്ക് ഇഷ്ടപ്പെട്ട വർക്ക്ഷോപ്പിലോ കമ്പനിയിലോ എന്ത് പോയിട്ട് ചെക്ക് ചെയ്തിട്ട് 100% സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രം എടുത്താൽ മതി. 100%. ഇപ്പം ഞാൻ പറഞ്ഞ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ വരണമെന്നില്ല. നമ്മൾ സെക്കൻഡ് എടുക്കുന്നതാണ്. നമുക്കത് അവിടുന്ന് ഗ്യാരണ്ടി ആരും പറയുന്നില്ല. നമ്മൾ കസ്റ്റമറോട് പറയുന്നതാണ്. അവർ നോക്കിയെടുത്താൽ മതി. നമുക്ക് എത്ര ഗ്യാരണ്ടി പറഞ്ഞാലും നമുക്കത് ആവില്ല. എന്തെങ്കിലും കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ അവർ അവർക്ക് ഇഷ്ടപ്പെട്ട വർക്ക്ഷോപ്പിൽ വർക്ക്ഷോപ്പിൽ ഇവിടെ ചെക്ക് ചെയ്തിട്ട് അവർക്ക് 100% ഓക്കെ ആയിട്ട് മാത്രം വണ്ടി എടുത്താൽ. അപ്പോൾ എന്തായാലും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അതുപോലെ തന്നെ വണ്ടി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ബാവക്കാനും ഷാജഹാൻഖാനും വിളിച്ചാൽ മതി. അവർ ബാക്കി കാര്യങ്ങൾ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു തരും അല്ലേ. അപ്പോൾ എന്തായാലും നമ്മൾ തൽക്കാലം ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ താങ്ക്സ്.